ഏതു നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? കബനി. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏത്? വയനാട്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. കേരളത്തിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യവനം. കേരളത്തിൽ കടൽത്തീരമുള്ള ജില്ലകളുടെ എണ്ണം 9. ചാകര എന്ന പ്രതിഭാസം കാണപ്പെടുന്ന കടൽ അറബിക്കടൽ. കേരളത്തിലെ തെക്കേയറ്റത്തെ നദി നെയ്യാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ 244 കിലോമീറ്റർ. ചൂർണി എന്ന് അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ചിരിക്കുന്ന നദി പെരിയാർ. കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി കബനി നദി. കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരി. കൈത്തറി തൊഴിലാളികളുടെ ക്ഷേമത്തിനായി കേരള ഗവൺമെൻറ് നടപ്പിലാക്കിയ പദ്ധതി കൃതിക. കേരളത്തിലെ ഏറ്റവും വലിയ വൈദ്യുത നിലയങ്ങളിലൊന്നായി ദേശീയ താപവൈദ്യുതി കോർപ്പറേഷന്റെ താപനിലയം എവിടെ സ്ഥിതി ചെയ്യുന്നു? കായംകുളം. പശ്ചിമഘട്ടത്തിലെ ആനമുടി കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? പാമ്പാർ. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏത്? പാമ്പാടുംചോല. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏത്? പള്ളിവാസൽ. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത് കേരളത്തിലെ ഏത് വിനോദസഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടാണ്? തെന്മല. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖം ഏത്? നീണ്ടകര. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായി അറിയപ്പെടുന്ന കായൽ ഏത്? ശാസ്താംകോട്ട. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല ഏത്? കണ്ണൂർ. കേരളത്തിലെ ഏറ്റവും കുറച്ച് കടൽത്തീരമുള്ള ജില്ല കൊല്ലം. കേരളത്തിൽ ആദ്യമായി എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ നൽകിയ ഗ്രാമപഞ്ചായത്ത് കണ്ണാടി. കേരളത്തിൻ്റെ തീരദേശത്തിൻ്റെ ദൈർഘ്യം എത്ര? 580 കിലോമീറ്റർ. കേരളത്തിൽ പരമ്പരാഗത വ്യവസായങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിൽ ചെയ്യുന്ന വ്യവസായം ഏത്? കയർ. തിരയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പദ്ധതി എവിടെയാണ് നിലവിൽ വന്നത്? വിഴിഞ്ഞം. കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഹാൻവീവിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്? കണ്ണൂർ.